നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 8/11/2025 ശനിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ ലാറ്റക്സിൽ വൻ വില വർധനയാണ്, 1 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 180 രൂപ 50 പൈസ, ISNR 20 163 രൂപ, ലാറ്റക്സ് 60% DRC 124 രൂപ 70 പൈസയാണ്. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 180 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിനം ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 176, ലോട്ട് കിലോ 163 മുതൽ 168 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122 രൂപ 60 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 50 പൈസയാണ്. ഫീൽഡ് ലാറ്റക്സ് 163 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 8150, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 9780, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ളതിന് 11410 രൂപയാണ്. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 172 50 പൈസ, ISNR 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 112 രൂപയാണ്. ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് നടത്തിയിരിക്കുകയാണ്. കവറുള്ള മരങ്ങളും വെട്ടാൻ സാധിച്ചു. ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ 22 ക്യാരറ്റ് 1 ഗ്രാം 11185, 1 പവൻ 89480 ആണ്. അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 12202, 1 പവൻ 97616 അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 9152, 1 പവൻ 73216 ഇന്നത്തെ സ്വർണ്ണവിലയിൽ 1 ഗ്രാമിന് മുകളിൽ 50 രൂപയും 1 പവന് മുകളിൽ 400 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 95, വെളിച്ചെണ്ണ ലിറ്ററിന് 490, കൊപ്ര എടുത്തപിടി 220, കൊക്കോ 340, കച്ചോലം 670, ചുക്ക് ബെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, അടയ്ക്ക പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പോട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 280, ഗ്രാമ്പു 780, നാടൻ 880, പൈനാപ്പിൾ പച്ച 26, പഴം 30, കുരുമുളക് അൺകാർബിൾഡ് കിലോ 680, കുരുമുളക് ഗാർബിൾഡ് കിലോ 700, കുരുമുളക് പുതിയത് 670, കുരുമുളക് വയനാടൻ 660, കുരുമുളക് ചേട്ടൻ 650, ചുക്ക് ബെസ്റ്റ് 300, കച്ചോലം 670. ഇനി KSRTCയിൽ പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീമും KSRTCയിൽ അതിനായി പ്രൊഫഷണൽ ക്രിക്കറ്റ് ടീമിനെ രൂപീകരിച്ച് എല്ലാ യൂണിറ്റിൽ നിന്നുള്ള ജീവനക്കാരിൽ നിന്നും 15 പേർ അടങ്ങുന്ന ഒരു മെയിൻ ടീമിനെയും 9 പേർ അടങ്ങുന്ന റിസർവ് പ്ലെയേഴ്സിനുമാണ് തിരഞ്ഞെടുത്തത്. ടീമിൻ്റെ പ്രാഥമിക തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ 25 തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ CMD നിർവഹിച്ചു. തിരുവനന്തപുരത്ത് കൂടാതെ എറണാകുളത്തും തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചിരുന്നു. പ്രൊഫഷണൽ രീതിയിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇനി KSRTC കൂടുതൽ ആവേശകരമാവും. കാര്യം കളികൾ ശ്രദ്ധിക്കാൻ ഇനി ആൾക്കാരും കാണും. അതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നു വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.